അന്ന് പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട്. കാരണം അതിൻ്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളുണ്ട്. യഥാർത്ഥത്തിൽ 9.732% പലിശയ്ക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത്. അത്രയും വലിയ പലിശയ്ക്ക് പോയി മസാല ബോണ്ടിന് കടമെടുക്കേണ്ട ഒരു ആവശ്യമില്ല. 5 കൊല്ലമാണ്. 5 കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം. 2150 കോടി രൂപ എടുത്തിട്ട് 1045 രൂപ പലിശയാണ്. അപ്പോൾ 3195 കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് അയക്കുക. 5 കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയോളം തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത്. മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും. നമുക്ക് 1.25%-നാണ് കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പലിശ 1.25%. അത് ഇടയ്ക്കെന്തോ 1.5 ആയി, അതിൽ കൂടുതലല്ല. എന്തായാലും 1.5% പലിശയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടിയെടുക്കാൻ. അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ 293(1) വകുപ്പനുസരിച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല, SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു. ഇപ്പം അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അത് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റായിട്ടാണ് ഇത് നടത്തിയത്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി മണിയടിക്കാൻ മാത്രമാണ് ചെയ്തത്. ഈ മണിയടിച്ചത് വലിയ സംഭവമായിട്ടൊന്ന് കൊട്ടിഘോഷിച്ചു. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മണിയടിക്കുന്നതെന്ന് പറഞ്ഞു. അത് അവിടെ ബോണ്ട് നിക്ഷേപിക്കുന്ന ഏത് കമ്പനിയുടെ തലവനും അവിടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം മണിയടിക്കാനുള്ള സമയമുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അല്ല മണിയടിച്ചത്, കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് പോയി മണിയടിച്ചത്. അതിന് കേരളം മുഴുവനുള്ള കൊട്ടിഘോഷിക്കപ്പെട്ട ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ PR സ്റ്റണ്ടായിരുന്നു ഇത് മുഴുവൻ നടത്തിയിരുന്നത്. ഇതിൻ്റെ പുറയിൽ അഴിമതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ED 3 കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ച എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി, പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രി ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. ED ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും. ഇന്നാളൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരമില്ലല്ലോ. വേറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരമില്ല. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി CPM ഭയപ്പെടാറുമുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യവും മറ്റ് കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് CPM-നെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ED ചെയ്യില്ല. കാരണം അല്ലാതെ അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നല്ല ഞാൻ പറയാം, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒന്ന് പേടിപ്പിക്കുക. അപ്പോൾ പേടിച്ച് പോകുന്നുണ്ട് ഇവർ പേടിച്ച് പോകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ എല്ലാ ED കാര്യങ്ങളും എല്ലാ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേരളത്തിലെ കേസുകളെല്ലാം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതാത് കാലത്ത്. ഇടയ്ക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയപ്പെടുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു അഴിമതിയുണ്ട്, നടപടിക്രമങ്ങളിലെ പാളിച്ചയുണ്ട്, ഒരുപാട് ഭരണഘടനാപരമായ വയലേഷനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചതിന് ശേഷവും ഒരു വിധത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കാണാൻ പറ്റുള്ളൂ.